ഹായ്. ഇന്നേ വളരെ സങ്കടകരമായ കാഴ്ചയാണ്. നമ്മുടെ ഗാർഡനൊക്കെ എപ്പോഴും വീഡിയോസൊക്കെ ഇടുമ്പോൾ എപ്പോഴും ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്നതും കായ ഉണ്ടായി നിൽക്കുന്നതൊക്കെ അല്ലേ. ഇത് കണ്ടോ എൻ്റെ സീഡ് ലൂബി. ഞാൻ പലപ്പോഴായിട്ട് കാണിച്ചിട്ടാണ് നോക്കി. നല്ലപോലെ കായൊക്കെ ഉണ്ടായിരുന്ന സീഡ് ലൂബിയാണ്. ഇന്നലെ രാവിലെ നോക്കുമ്പോൾ ഫുള്ള് തളർന്ന് നിൽക്കുകയാണ് ചെടി. നമ്മുടെ കായൊക്കെ നോക്കുമ്പോൾ കായൊക്കെ ഇങ്ങനെ ഒരു ഉണങ്ങി നിൽക്കുന്ന അവസ്ഥ. നിറച്ച് കാവളം നോക്കണം നോക്കി. പിന്നെ കുറേ പൂക്കളുണ്ടായിരുന്നു, ചെറിയ കാകളുണ്ടായിരുന്നു. ഇതുപോലെ ചെറിയ കാകളുണ്ടായിരുന്നു, വലിയ കാകളുണ്ടായിരുന്നു. ഇതൊക്കെ ചെറിയ കാകളുണ്ടായിരുന്നു, വലിയ കാകളുണ്ടായിരുന്നു. രാവിലെ ഞാൻ വന്ന് വെറുതെ ഒന്നിങ്ങനെ മരമ്പിച്ച് കുലുക്കിയതാണ്. എല്ലാ ഇലയും താഴെ. ഈ കിടക്കുന്ന ഇലയ്ക്ക് ആ സമയത്ത് വീണതാണ്. ഫുൾ ഇലയും പോയിരുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ഗാർഡനൊക്കെ ചെയ്യുന്ന സുഹൃത്തുക്കൾ മെയിനായിട്ട് വരുന്ന പ്രശ്നമുണ്ട്. വളരെ ഫംഗസ് അറ്റാക്കുള്ളൊരു ചെടിയാണ് നമ്മുടെ സീഡ് ലൂബി. എല്ലാവർക്കും 2, 3, 4 വർഷം ആ ചെടികളൊക്കെ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്കത് ഓർമ്മ വന്നു. ഞാൻ നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ കുറവില്ല. കാരണം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ചില ഈ സംഭവിക്കുന്ന തലേദിവസമൊക്കെ നല്ലൊരു മഴ പെയ്തേക്കുന്നുണ്ട്, വെള്ളം പ്രശ്നമല്ല. അതല്ലാന്ന് മനസ്സിലായി. കാരണം ഇത് ഫംഗസ് വന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏതായാലും വീഡിയോ എടുത്തില്ല, വേണമെങ്കിൽ പഴയ വീഡിയോ നോക്കിയാലും കാണാം. നിറച്ച് പൂക്കും, കുറച്ച് ഇലകൾ കൊഴിയും. ഇപ്പോൾ സാധാരണ സീഡ് ലൂബിക്ക് ഇല കൊഴിച്ചിലുള്ളതാണ്, നമ്മളതാണെന്ന് വിശ്വസിക്കും, അല്ലെങ്കിൽ വിചാരിക്കും. നല്ലപോലെ പൂക്കുന്ന നമ്മൾ സന്തോഷിക്കും. പക്ഷെ എല്ലാവരും പറയുന്നത് നമ്മൾ ഇല പൊഴിഞ്ഞ് പൂക്കുന്നത് മരിക്കാൻ പോകുന്നതിൻ്റെ മുന്നാടിയുള്ളൊരു അറിയിപ്പ് മാത്രമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ തന്നെ അത് ഫുള്ള് കട്ട് ചെയ്ത് ഒഴിവാക്കി. ഞാൻ നെറ്റിയുടെ പച്ചപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കി. പച്ചപ്പുണ്ട്, കുഴപ്പമൊന്നും കണ്ടില്ല. അപ്പോൾ വേരുകൾക്ക് സംഭവിക്കുന്ന ഒരു ഫംഗസ് അറ്റാക്കാണ്. നമുക്ക് എന്ത് ഫംഗസ് ആണെന്നും അറിയില്ല. നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുക, സാഫോ മറ്റെങ്കിലും വേരിൽ കലക്കി ഒഴിക്കണം. കണ്ടില്ലേ, എനിക്ക് സങ്കടം വന്നിട്ടൊരു രക്ഷയില്ല. 2 വർഷം കൊണ്ട് എൻ്റെ ഈർക്കിലി പരുവത്തിലുള്ളൊരു ഇതുപോലത്തെ ചെറിയൊരു കമ്പ് ഞാൻ വാങ്ങി നട്ട് വളർത്തി 2 വർഷം കൊണ്ട് ആക്കിയെടുത്ത ചെടിയാണ്. ഇതൊക്കെ സ്വാഭാവികമാണ് ഒരു ഗാർഡൻ ചെയ്യുമ്പോൾ. പക്ഷെ എന്നാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ. കാരണം ഈ കായാണ് എനിക്ക് നിറച്ച് കായ കണ്ടോ. ഈ കായാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നത്. എല്ലാം പഴുക്കാൻ റെഡിയായിട്ടിരുന്നത് നല്ലപോലെ ഈ വർഷം ഫ്രൂട്ട് ഉണ്ടായതാണ്. അപ്പോൾ ഇപ്പം ഇനി ഏതായാലും ഇന്ന് ഒരു സാഫ് അടിക്കണം, അല്ലെങ്കിൽ ഒരു കോപ്പർ ബേസ്ഡാണ് എല്ലാവരും പറഞ്ഞത്. ഞാൻ ഇന്നലെ ഒരു ഗ്ലോയിറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് ചവിട്ടൊഴിച്ച് കൊടുത്തു. പക്ഷേ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ഫംഗിസൈഡ് ഒരു കോപ്പർ ബേസ്ഡ് ഫംഗിസൈഡ് ആണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓർത്ത് തന്നെ ഒരു കോപ്പർ ബേസ്ഡ് ഫംഗിസൈഡും കൂടെ കൊടുക്കാം എന്നുള്ള തരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളത് കാണിച്ചെന്നുള്ളൂ. നമ്മൾ ഗാർഡൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ എപ്പോഴും നിറച്ച് കാഴ്ചയിക്കുന്നത്, നമ്മുടെ ബനാന സപ്പോർട്ടൊക്കെ ഉണ്ട് കാഴ്ചയിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളെപ്പോഴും വീഡിയോസൊക്കെ ഇടുന്നത്. പക്ഷേ ഇങ്ങനൊരു വർഷവും കൂടെ നമ്മൾ ഉണ്ട്. അപ്പം ഈ വർഷമൊന്നും നിങ്ങളെ കാണിക്കണമല്ലോ, അതിന് ഞാൻ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് നോക്കട്ടെ, ഇത് വളർന്നു വരുന്ന അവസ്ഥ നോക്കാം, അതിൻ്റെ അപ്ഡേഷനും ഇടാം. ഇപ്പം നമ്മൾ ഇങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഓർത്താൽ മതി, വളരെ തിക്കായിട്ട് ഫ്ലവർ ഇടുന്നുണ്ടെങ്കിൽ, എല്ലാ കൊമ്പിലും നിറച്ച് ഫ്ലവർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ലതല്ല. ഇല കൊഴിച്ച് ഫ്ലവർ ഇടുന്ന അവസ്ഥ. ഇലയോടെ ഫ്ലവർ ഇട്ടാൽ കുഴപ്പമില്ല. ഇല കൊഴിച്ചിട്ട് ഫ്ലവർ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രശ്നമാണ് എന്നാണ്. ഞാൻ വളമൊന്നും അങ്ങനെ കൂടിപ്പോയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വളമൊക്കെ കൊടുത്ത സമയത്താണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ ഇത് കാണേണ്ടതാണ്. ഞാൻ വളമൊക്കെ കൊടുത്തിട്ട് 10 ദിവസത്തിന് മുകളിലായി. അപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞ വളത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങണം. പക്ഷേ ഇതിന് ശേഷം ഒരു 2 ആഴ്ചയോളം ആയിട്ടാണ് ഈ പ്രശ്നങ്ങൾ കണ്ടത്. അപ്പം അത് ഫംഗസ് തന്നെ ആകാനാണ് സാധ്യത എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് ഫുള്ള് ഞാൻ വെട്ടിവെച്ചു. ഇതിൽ കൂടുതൽ വെട്ടാൻ എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ ഗ്രാഫ്റ്റ് ഏരിയ വരുന്നത് ഇവിടെയാണ്. ഈ കാണുന്ന ജോയിൻ്റാണ് ഗ്രാഫ്റ്റ് ഏരിയ, ഈ കാണുന്ന ഭാഗം. നോക്കട്ടെ, വളർത്തിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. സീഡ് ലൂബി എന്ത് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ലാതെ ചെടിയാണ്. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ അന്വേഷിച്ചപ്പോൾ പല ആൾക്കാരും പറഞ്ഞത് നിപ്പിന് ഉണങ്ങി പോകാമെന്നാണ് പറയുന്നത് എല്ലാവരും. നമ്മളോർക്കും ഫ്ലവറൊക്കെ ഉണ്ടായി നിൽക്കുന്നവർക്കും നിറച്ച് ഈ പ്രാവശ്യം ഫ്ലവർ കിട്ടും. പക്ഷേ അതല്ല അവസ്ഥ. നഷ്ടപ്പെടാൻ പോകുന്നതിനുള്ളൊരു മുന്നൊരുക്കം മാത്രം.